ഒരു മുറി ചിരട്ടയും ചെറിയ ബോട്ടിലുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു വീട് അങ്ങോട്ട് ഒരുക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കിയേ, കൊള്ളാമോ? എങ്ങനെയുണ്ട്, ഇഷ്ടായ? അടിപൊളിയല്ലേ? ഹലോ ഹലോ കൂട്ടുകാരെ, ഇതേ മതലിന്റെ മുകളിൽ ഇരിക്കുന്ന എന്താ നോക്കിയേ, കാക്കകള് തമ്മിൽ കലമ്പണ കേട്ടപ്പോ എനിക്ക് തോന്നി ഏതോ കാക്കച്ചി കാകാ പാടി പറന്ന് കൊണ്ടുവച്ചതാണിത്. തേങ്ങാപ്പൂള് കൊത്തി നുണയാനുള്ള കൊതിയിൽ കൂടുതലൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും ചെയ്യാനും നിൽക്കാണ്ട് ഒറ്റയടിക്കങ്ങ് പൊക്കി കൊക്കിലൊതുക്കി കൊണ്ടുവന്ന തേങ്ങാപ്പാതി നോക്കിയേ. തേങ്ങാപ്പാതിയുടെ പരുവം കണ്ട. ഇതിൽ തിന്നാനും കൊത്താനും ഇല്ലാന്നറിഞ്ഞ് ഉപേക്ഷിച്ചറിഞ്ഞ ഈ ഒരു മുറി തേങ്ങയുടെ ചിരട്ടയെ നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. നമുക്കന്ന് വൃത്തിയാക്കി എടുത്താലാ? അങ്ങനെ നമ്മൾ വേഗം തന്നെ ഒരു കത്തി എടുത്ത് ചിരട്ടയുടെ ഉൾവശം ഇങ്ങനെ ചിരണ്ടി നന്നായിട്ട് വൃത്തിയാക്കി അങ്ങനെ എടുക്കുകയാണ്. അതുകൊണ്ട് അടിപൊളിയാക്കിയാണ്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മുടെ ചിരട്ടേനെ അങ്ങോട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയേ, ഇതേപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇവനെ കുപ്പിയെന്നോ ഡെപ്പിയെന്നോ എന്ത് വേണേലും വിളിക്കാട്ടാ. അങ്ങനെ നമ്മളെടുത്ത് ഈ ചെറിയ കുപ്പീനെ ഈ കത്രിക വെച്ച് ഇങ്ങനെ ചെറിയതായിട്ട് വെട്ടി ചെറിയ വാതിലും ജനലുകളും നമ്മൾ അങ്ങോട്ട് ഒരുക്കി എടുക്കുകയാണ്. കണ്ട ഈ ചാക്ക് ശീല കണ്ട, ചെറിയൊരു കഷ്ണം. ഈ ചാക്ക് ശീലേനെ നമ്മൾ ഈ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ചാക്കിന്റെ കഷ്ണം ഇങ്ങനെ ഒട്ടിച്ച ശേഷം നമുക്ക് കത്രിക കൊണ്ട് ആദ്യം വെട്ടിയതുപോലെ തന്നെ ജനലും വാതിലും ഒന്നുകൂടെ വെട്ടി മുറിച്ച് റെഡിയാക്കി എടുക്കാം. കത്രികക്ക് മൂർച്ച പോരാന്ന് തോന്നണേ. നല്ലപോലെ വെട്ടിയിട്ടും അങ്ങോട്ട് മുറിഞ്ഞു കിട്ടാൻ വലിയ പാടാ. അപ്പൊ നമ്മൾ ചാക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജനലും വാതിലൊക്കെ ഒന്നുകൂടെ റെഡിയാക്കി മാറ്റി. ഇവിടെ ഞാൻ ഈ ജനാലയ്ക്ക് അഴികൾ വെക്കാൻ വേണ്ടിയിട്ട് ഈർക്കിൽ കമ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഈർക്കിൾ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ഈ ചാക്ക് ശീലയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെച്ച് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ ചെറിയൊരു പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട്. അതൊന്നുകൂടി ചെറുതാക്കി എടുത്തിട്ട് വേണ്ട ബോട്ടിലിനുള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ഐസ്ക്രീം സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിൽ നമ്മൾ പകുതിയായിട്ട് മുറിച്ചങ്ങ് എടുത്തിട്ട് വാതിലിനുള്ളിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ പേപ്പറിന്റെ മുകളിലായിട്ട് നെടുകെ മുറിച്ച് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വാതിലിനൊരു പിടി കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. വാതിലിനൊരു പിടിയും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ വാതില് സൂപ്പറായില്ലേ? നമ്മുടെ ഈ ബോട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ട, നമ്മുടെ ഈ കൊച്ചു വീടിന്റെ മേൽക്കൂരായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആഹാ, എന്താ ഭംഗിയല്ലേ നമ്മുടെ കൊച്ചു വീട്. ഏതാണ്ട് ചന്തമൊക്കെ വന്നിട്ടില്ലേ നമ്മുടെ വീടിന്, ഇല്ലേ? ഇനി നമ്മുടെ ബഡ്സിന്റെ പഞ്ഞി ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ചിരട്ടയുടെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കാരണം നമുക്കൊരു ചെടിയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പച്ച നിറം അങ്ങോട്ട് എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പൂശി കൊടുക്കണം. നമ്മൾ ഈ വെച്ചു കൊടുത്ത പഞ്ഞിയുടെ മുകളിൽ നല്ലപോലെ പച്ച നിറം അങ്ങോട്ട് പൂശി കൊടുക്കുകയാണ്. പച്ച പൂശി കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ള നിറം എടുത്തു. വെള്ള നിറം എടുത്തിട്ട് ഇങ്ങനെ കുത്തുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പച്ച പൂശിയ ചിരട്ടയിൽ നല്ല ഭംഗിയാക്കി മാറ്റിയാണ്. മഞ്ഞുകണങ്ങൾ ഇങ്ങനെ വീടിന്റെ മുകളിൽ പൊഴിഞ്ഞു കിടക്കുന്ന ഒരു ഫീലില്ലേ, അത് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ കുത്തുകൾ ഇട്ട് കൊടുത്തത്. വെള്ള നിറം കൊണ്ട് ഇനിയും പരിപാടി ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാലേ വാതിലിന് ചുറ്റിലായിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പൂശി കൊടുക്കാം. വാതിലിന് താഴെയുള്ള ഭാഗത്തും ജനലിന് ചുറ്റും നമുക്ക് ഇങ്ങനെ നല്ലപോലെ വെള്ള നിറം അങ്ങോട്ട് പൂശി കൊടുക്കാം. ഈ ബഡ്സിന്റെ കമ്പുകളില്ലേ, നേരത്തെ നമ്മൾ പഞ്ഞി പിച്ച് മാറ്റി വെച്ച ബഡ്സിന്റെ കമ്പുകൾ, അതിങ്ങനെ ഒടിച്ച് നുറുക്കിയത് കണ്ട. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു കൊച്ചേണി നമ്മൾ പശ കൊണ്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, 2 മരച്ചീളുകൾ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിങ്ങനെ കൃത്യമായ അളവും വളവും പുളവും ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് വെട്ടി മുറിച്ച് വീടിന്റെ അടിയിൽ ഇങ്ങനെ വെച്ച് പശ വെച്ച് നമ്മൾ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചിരട്ട വീടിന് ഒരു ഇരിപ്പിട സ്ഥാനം കിട്ടിയെന്ന് പറയാം. ഇനി ബഡ്സിന്റെ നുറുക്ക് കമ്പുകളും അതുപോലെ തന്നെ ഈർക്കിളി കമ്പുകളും ഇങ്ങനെ പശ വെച്ച് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും ഒരു ചെറിയ വേലി നമ്മൾ തയ്യാറാക്കിയാണ്. നല്ല രസമില്ലേ നമ്മുടെ ചെറിയ വേലി കാണാൻ? നമ്മുടെ ഈ കൊച്ചു വീടിന് വേലിയൊക്കെ തയ്യാറാക്കാൻ വളരെ വളരെ ഈസിയാണ്. പശ വെച്ച് കൊടുത്തു കഴിഞ്ഞ് വേഗത്തിൽ ഒട്ടിക്കോളും. കമ്പുകൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്ത ഏണി നമ്മൾ വീടിന് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടാ. കണ്ട, ഇങ്ങനെ കുത്തനെ ഏണി ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കുഞ്ഞനായ ഒരു കല്ല് നമ്മൾ തപ്പിയെടുത്തിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കല്ല് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് നമ്മുടെ ചിരട്ട വീടിന്റെ മുന്നിലെ വാതിൽപ്പടിയുടെ സ്ഥാനത്ത് സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിരട്ട വീടിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടാ. നമ്മൾ നേരെ പോയി ഒരു പൽപ്പൊടിയുടെ ഒരു ഡപ്പി എടുത്തിട്ടുണ്ട്. കാലിയായി തീർന്ന പൽപ്പൊടിയുടെ ഡപ്പി നമ്മളെടുത്ത് കത്രി കൊണ്ട് നമ്മളത് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. നേരത്തെ വെട്ടിയെടുത്ത പോലെ വാതിൽ വെട്ടിയെടുക്കുകയാണ്. അതേപോലെ കത്രി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുളച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനാലയ്ക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ
ഹോള് പോലെ കിട്ടും. കണ്ട, സിമ്പിളാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ചാക്കിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഈ ഡപ്പി മൊത്തമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കത്രിക എടുത്തിട്ട് വാതിലിൻ്റെ ഭാഗം നോക്കിയിട്ട് ഈ ചാക്ക് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് നമ്മൾ മുറിച്ച് മാറ്റി. നമ്മുടെ കത്രികയ്ക്ക് മൂർച്ച പോരാ, ചാക്ക് അങ്ങോട്ട് മുറിയെ ഇത്തിരി പാടുണ്ട്. ഇനി നമ്മുടെ വീടിൻ്റെ ഓരത്ത് കിടന്ന് നമുക്കൊരു ചെറിയൊരു ചിരട്ടയുടെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്തോ ആവശ്യത്തിന് മുറിച്ച് മാറ്റി കളഞ്ഞ ഒരു ചിരട്ടയുടെ ഒരു മൂടി കഷ്ണം കിട്ടിയിട്ടുണ്ട്, ചെറിയ കഷ്ണം. അതൊന്നും കൂടി നമ്മൾ വൃത്തിയായിട്ടൊന്ന് വെട്ടിയെടുത്ത് ചെറുതാക്കിയതിന് ശേഷം ചാക്ക് കഷ്ണം വെട്ടിയെടുത്ത് പൊതിഞ്ഞ് റെഡിയാക്കി വെച്ച ഈ പൽപ്പൊടി ഡപ്പിയുടെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് പശ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ട, ഈ കൊച്ചു ഡപ്പിക്ക് മേൽക്കൂരയും കൂടി വന്നു കഴിയുമ്പോൾ അടിപൊളിയായില്ലേ. ഇപ്പം നമ്മുടെ വീട് ഒരു കുഞ്ഞി ഇരുനില മാളിക പോലെ ആയിട്ടില്ലേ. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ചിരട്ടയുടെ മുകളിൽ നമ്മൾ പച്ച നിറം എടുത്തിട്ടാണ് പൂശി കൊടുക്കുകയാണ്. കണ്ട, ഇതേപോലെ നമുക്ക് പച്ചയും ലേശം മഞ്ഞയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്ക് ഒരു ഇളം കളർ കിട്ടും. അങ്ങനെ നമ്മൾ പച്ച നിറം അങ്ങനെ പൂശൽ അങ്ങനെ നമ്മൾ ചടപടാന്ന് എടുപിടിന്ന് വേഗത്തിൽ അങ്ങനെ പഴയ പോലെ തന്നെ നമ്മൾ വീണ്ടും വെള്ള കളർ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ കൊച്ചു വീടിൻ്റെ വാതിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വെള്ള വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കണ്ട, നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ മഞ്ഞിൻ്റെ ഫീല് കിട്ടാനായിട്ട് മഞ്ഞ് കടങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ വെള്ള നിറം എടുത്തിട്ട് ഇങ്ങനെ കുത്തുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട ചിരട്ട മേൽക്കൂരായിട്ട് വെച്ചാൽ ഈ വീട് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ട നല്ല ഭംഗിയില്ലേ, 2 നിലകളായിട്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. വെള്ള നിറം പൂശിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഐസ്ക്രീം സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഈ സ്പൂണിൻ്റെ അറ്റം നമ്മൾ മുറിച്ചെടുത്തിട്ട് വേണ്ട വാതിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വേണ്ട, ഈ വാതിലിൽ ചെറിയ ലോക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. വാതിലിന് ചെറിയൊരു പിടിയും നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയ മരച്ചീലിൽ എടുത്തിട്ടുണ്ട്. കണ്ട, ഈ മരച്ചീലിന് നമ്മൾ ലേശം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബാൽക്കണിയുടെ സ്റ്റൈലിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ വാതിലിന് മുന്നിലായി നമ്മൾ ഇത്തിരി ഇടം ഇതിങ്ങനെ ചുരുണ്ടി ഒന്ന് ലെവലാക്കുന്നുണ്ട്. കാരണം ഇവിടെ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വാതിലൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുകയാണ്. ഇനി ഇത് നോക്കിയേ, ഈ കമ്പ് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ എടുത്ത ഈ കമ്പിനെ ഒടിച്ചെടുത്തിട്ട് ഈ ചെറിയ മരച്ചീളിൻ്റെ അരികുകളിൽ കണ്ടില്ലേ, ഈ അരികുകളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ചെറിയ കട്ടിങ് ചീളുകൾ നമ്മളത് കൂട്ടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈർക്കിളി കമ്പുകൾ ഇങ്ങനെ വെച്ച് പശ തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ചെറിയ കട്ടിങ് ചീളുകളാണ്, ഈ മരത്തിൻ്റെ ചെറിയ ചീളുകൾ. ഗോതമ്പ് മണീനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഈ ചീളുകൾ, ഈ മരത്തിൻ്റെ കൊച്ചു ചീളുകൾ നമ്മൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഒരു കസാര നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞൻ കസാര നമ്മൾ തയ്യാറാക്കി എടുത്തത്. അങ്ങനെ ഈ കൊച്ചു കസാരേനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്, അതായത് താഴത്തെ നിലയിൽ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ചട്ടുകുട്ടു ടടം. അപ്പോൾ നമുക്ക് ചെറിയ ബാൽക്കണിയും കൊച്ചുമുറ്റവും കുരുന്ന് വേലിയൊക്കെ വെച്ച കുടുക്ക പോലത്തെ കുഞ്ഞനായ ഒരു വീടങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണിൽപ്പെട്ട കുരുന്ന് പൂക്കളുള്ള പേരറിയാത്തൊരു പുൽച്ചെടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞു പൂക്കളൊക്കെ ഉള്ള പുൽച്ചെടിയാണിത്, പക്ഷെ പേരറിയില്ല ഇതിൻ്റെ. നമ്മുടെ ഈ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് മരക്കഷ്ണങ്ങൾ കൂട്ടി ഒട്ടിച്ച ഭാഗത്തായിട്ട് ചെറിയൊരു വിടവ് കണ്ട, മരക്കഷ്ണങ്ങളുടെ ഒരു ഗ്യാപ്പ്, അവിടെ ആയിട്ട് നമ്മളിങ്ങനെ ഈ കുഞ്ഞിലകളുള്ള ഈ പുൽച്ചെടി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കണ്ട, ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചാൽ, അതായത് അവിടെ നിന്ന് വളർന്നു വന്ന ഒരു ചെടിയുടെ ഒരു ഫീല് നമുക്ക് പോലെ തോന്നും. അങ്ങനെ കുറച്ച് പൂപ്പൽ കിട്ടിയിട്ടുണ്ട്. വെയിലുള്ള സമയത്ത് പൂപ്പൽ കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ പൂപ്പൽ നമ്മൾ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കണ്ട, നല്ല ഭംഗിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത മറ്റൊരു പുൽച്ചെടിയാണിത്, കുരുന്ന് ഇലകളുള്ള പുൽച്ചെടി. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പുൽച്ചെടി ഇങ്ങനെ വീടിൻ്റെ മേൽക്കൂരയിൽ ഒരു വശത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചടപടാന്ന് നമ്മൾ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് നമ്മുടെ കൊച്ചു വീട് മനോഹരമാക്കി തീർത്തു എന്ന് പറയാം. അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മുടെ വീടിനെ നമ്മളങ്ങോട്ട് ഒരുക്കിയെടുത്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അധ്വാനവും ഇല്ലാത്ത കുട്ടിക്കുരുന്നായ കുടുക്ക വീട് ഒരുക്കാൻ സാധിക്കും. കൂട്ടുകാരൊന്ന് ശ്രമിച്ചു നോക്കാം. അടിപൊളിയല്ലേ. കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കാവുന്ന ഈ കൊച്ചു വീട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്തേക്കാണ്. അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ മണി പ്ലാന്റിൻ്റെ ഇലകൾക്കിടയിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു.
ഒട്ടും അധ്വാനം വേണ്ടാത്ത ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഒരുക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഒരുക്കി നമുക്കൊരു കുഞ്ഞൻ ചിരട്ട വീട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടെ നമ്മുടെ കസേരയുടെ കാര്യം നമ്മൾ മറന്നു പോകും. കസേര നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെയിലിന്റെ ചൂടൊന്ന് കനത്തപ്പോൾ മനോഹരമായ പൂക്കളുള്ള പുൽച്ചെടി വാടി തളർന്നു പോയിട്ടാ. പിന്നെ നമ്മൾ കുരുന്ന് വെള്ളപ്പൂക്കളുള്ള പുൽച്ചെടി കതിരുകളായിട്ട് പൊട്ടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ വീടിന്റെ ഓരത്തൊക്കെ നമ്മൾ പഴയ പോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ട ചെറിയ വിറകുകെട്ടാണിത്. ഇതിങ്ങനെ വീട്ടിൽ വെച്ച് കൊടുക്കാം നമുക്ക്. വൃക്ഷത്തിന്റെ തൊലിയിലൊന്ന് വളഞ്ഞു കിട്ടിയതാണിത്. ഇതിലിങ്ങനെ നമുക്ക് നമ്മുടെ ചെറിയ വിറകുകെട്ട് വെക്കാൻ ഒരു ഇടാക്കി മാറ്റാം. ആഹാ, നല്ല രസമല്ലേ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വീട് കൊണ്ടു വെക്കാൻ. നല്ല വലിയ ഇലകളൊക്കെ ഉള്ള വലിയൊരു വൃക്ഷത്തിന്റെ പടുകൂറ്റൻ ഇലകളുള്ള ഒരു വമ്പൻ വൃക്ഷത്തിൽ കെട്ടിയൊരുക്കിയെടുത്തതുപോലെ ഒരു കൊച്ചു വീട്. പിന്നെ ഈ വീടിന്റെ മേൽക്കൂരയിൽ ലേശം പഞ്ഞി കൂടി നമ്മൾ പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ് കണങ്ങളായിട്ട് തോന്നിപ്പിക്കാനാണ് പഞ്ഞി ഇങ്ങനെ വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഇലകളൊക്കെ അങ്ങനെ തഴുകി മാറ്റിയിട്ട് ഇലത്തണ്ടിന്റെ കരുതലിന് മുകളിലായിട്ട് നമ്മുടെ വീട് അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തിയേക്കാണ്. ഇലയറിയാതെ തായ്തണ്ടറിയാതെ കനം തൂങ്ങി നിൽക്കാതെ നമ്മുടെ കൊച്ചു വീട് അങ്ങനെ ഒതുങ്ങി അങ്ങനെ ഭദ്രമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആഹാഹാ. അപ്പൊ നമുക്കിന്ന് രാവിലെ മതിലിന്റെ മുകളിൽ ഇരുന്ന് കിട്ടിയ ചിരട്ടയും കുറച്ച് ചെറിയ ഡപ്പികളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് വെച്ച് പെട്ടെന്ന് നമ്മൾ ഒരുക്കിയെടുത്ത നമ്മുടെ കൊച്ചു വീട് സുന്ദരനായില്ലേ. അപ്പോൾ ഇതേപോലെ ആർക്കും ഈസി ആയിട്ട് ഇതുപോലെയുള്ള കൊച്ചു വീടുകൾ ഒരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റുകളായിട്ട് അറിയിക്കണം കേട്ടാ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും നിറഞ്ഞ സന്തോഷം. അപ്പോൾ ഇതേപോലെ നമുക്ക് മികച്ച അധ്യായങ്ങളിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഉടനെ തന്നെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എല്ലാവിധ സപ്പോർട്ടിനും നന്ദി, സ്നേഹം. എല്ലാവരോടും നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.